പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഗവർണറെ കണ്ടു. മരണശേഷവും മകളെ സമൂഹമാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുകയാണെന്ന് അമ്മ പ്രസന്ന പറഞ്ഞു. സിബിഐ അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അനുവദിക്കുമ്പോഴേക്കും തെളിവുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് ഭയമുണ്ടെന്നും കുടുംബം പറയുന്നു. 2 പേർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കേസിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. കുറ്റാരോപിതർക്കായി പുതിയ തെളിവുകൾ ഉണ്ടാക്കാൻ സമയം നൽകരുത്. മരണശേഷവും മകൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നു. സാക്ഷികൾ ഭീഷണിക്ക് വിധേയരാകുന്നത് തടയണം. വകുപ്പുതല അന്വേഷണം എന്ന പേരിൽ വന്നത് മുൻവിധിയോടുകൂടിയുള്ള റിപ്പോർട്ടാണ്. ഇത് തള്ളിക്കളയണം. ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് അനീഷയുടെ മാതാപിതാക്കൾ ഗവർണറെ രാജ്ഭവനിലെത്തി കണ്ടത്. ഒട്ടും വൈകാതെ സിബിഐ അന്വേഷണം വേണമെന്ന് അനീഷയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. സർക്കാരിനോട് റിപ്പോർട്ട് തേടിയ ശേഷം വേഗത്തിൽ ഇടപെടാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി അമ്മ പ്രസന്ന പറഞ്ഞു. സിബിഐ അന്വേഷണത്തിന് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സാറിൻ്റെ പറയാനാണ് വന്നത്. അപ്പം ഗവർണർ പറഞ്ഞത് സിബിഐ അന്വേഷണത്തിന് റെക്കമെൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ജനുവരി 21-നാണ് അനീഷ്യ ആത്മഹത്യ ചെയ്തത്. മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. 19 പേജുള്ള ആത്മഹത്യാ കുറിപ്പും 6 ശബ്ദ സന്ദേശങ്ങളും അനീഷ്യയുടെ മരണശേഷം കണ്ടെടുത്തിരുന്നു. എന്നിട്ടും പോലീസും ക്രൈംബ്രാഞ്ചും കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാരണത്താലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതും. മീഡിയ 1 തിരുവനന്തപുരം.